ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 സ്റ്റഡി ചലഞ്ചാണ്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 7:21 അപ്പോൾ ഞാനൊന്ന് പഠിക്കാൻ വിചാരിക്കുന്നത് കെമിസ്ട്രി ആണ്. അപ്പോൾ അധികം ലേറ്റ് നൈറ്റ് ഒന്നും എഴുതും പഠിക്കുന്നില്ല, ഒരു 10-11 മണി വരെ പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം പോയ ഒരു 12 മണി. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പിൽ മാക്സിമം പറ്റുന്ന പോലെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം. സോ നമുക്ക് സമയങ്ങളിലാണ് നേരെ പഠിക്കാൻ തുടങ്ങാം. ഗൈസ്, നിങ്ങൾ SSLC സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ചൊരിക്കെങ്കിലും അറിയായിരിക്കും ഓക്സിയാലാണ് അവരൊരു സ്റ്റഡി ബാച്ചാണ് വോൾട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ലാംഗ്വേജ് സബ്ജക്റ്റ് വെച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ട്സ് അവൈലബിൾ ആണ്. കീ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് ഷോർട്ട് നോട്ട് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയോണ്ട് തന്നെ PYQ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഇതിൽ നിന്ന് പറയുമ്പോഴത്തേക്കും PYQ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് പ്ലസ് ആൻസേഴ്സ് അവൈലബിൾ ആണ്. ഏകദേശം ഓരോ ചാപ്റ്റേഴ്സിനും 150+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ബേസിക്, മോഡറേറ്റ്, അഡ്വാൻസ് ലെവൽ. ഇപ്പോൾ നമ്മളൊരു ചാപ്റ്ററിൽ വീക്ക് ആണെങ്കിൽ ഫസ്റ്റ് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പിന്നെ മോഡറേറ്റ്, പിന്നെ അഡ്വാൻസ്. പിന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര ലെവൽ കൂടി ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓൾസോ ഡെയിലി എക്സാംസ് ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം 60+ സ്റ്റുഡൻസ് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതേപോലെ തന്നെ SSLC ഫ്രീ സാമ്പിൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾ മെറ്റീരിയൽസ് കിട്ടും. എന്നിട്ട് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം 499 ഇപ്പോൾ നമുക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ വേഗം പോയി ജോയിൻ ചെയ്തോളൂ. ഗൈസ്, ഞാൻ വിചാരിക്കുന്നത് കെമിസ്ട്രി ഒരു സൈലത്തിൻ്റെ മെഗാ മാരത്തോൺ നോക്കി പഠിക്കണം എന്നാണ്. ഇത് ഏകദേശം 3 ദിവസം മുമ്പ് ഇട്ടൊരു ലൈവാണ്. ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ കവർ ചെയ്തിട്ട് ഏകദേശം ഒരു 12 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ലൈവിൽ അവർ ഫുൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു ഓർഡറിലാണ് അവർ പഠിപ്പിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ലൈവായിരുന്നു ഈ ഒരു ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5.5 മണിക്കൂർ വരുന്നൊരു ലൈവാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് ആ ചാപ്റ്ററിന് തന്നെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഇവിടുന്ന് രണ്ടാമത്തെ ചാപ്റ്റർ കണ്ടിട്ട് പിന്നെ ഇവിടുത്തെ ആ ഒരു ചാപ്റ്ററിൻ്റെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. പിന്നെ ഈ ഡിഫൈൻ ചെയ്യാനുള്ളതും ലോസൊക്കെ എഴുതാനുള്ളതും നമ്മൾ കാണാണ്ട് തന്നെ പഠിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ അതങ്ങ് പഠിച്ച് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനിവിടെ HSS ലൈവിൽ നിന്ന് ചാപ്റ്റേഴ്സ് റെഫർ ചെയ്യാൻ വേണ്ടി നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് നമുക്ക് ഇതിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് അത് പഠിക്കാൻ വേണ്ടി തുടങ്ങാം. ഗൈസ്, ഇപ്പോൾ ഏകദേശം 9:49 ആയിട്ടുണ്ട്. നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രീൻ്റെ ഈ ഒരു ക്ലാസ്സും അതേപോലെ തന്നെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സോ നമുക്കിനി ആ ചാപ്റ്റർ പഠിക്കാം. ഗൈസ്, അങ്ങനെ 12:18 ആയപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 3 ചാപ്റ്റർ തീർക്കണം എന്നായിരുന്നു എനിക്ക്, പക്ഷെ നമ്മൾ 2 ചാപ്റ്ററാണ് തീർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസ്സും അതേപോലെ തന്നെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ടൈം എടുക്കും ഒരു ചാപ്റ്റർ തന്നെ തീർക്കാനായിട്ട്. അല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3 ചാപ്റ്ററൊക്കെ തീർക്കും, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ രാത്രി താഴെ ഇരുന്നാണ് വീഡിയോ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കിടക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ഡേ 2 ഓഫ് സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേ 3 നാളെ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.